ചില നേരത്ത് ഉമ്മമാര് ആൺകുട്ടികളോടും പെൺകുട്ടികളോടും കുറച്ച് കാര്യങ്ങൾ പറയും. പക്ഷെ ആ നേരത്ത് ആ ഒരു സമയത്ത് നമ്മളത് വലിയ രീതിക്ക് മൈൻഡ് ആക്കാതെ അതൊക്കെ നമ്മൾ മാനേജ് ചെയ്തോളുന്ന ഒരൊറ്റ മെന്റാലിറ്റിയിൽ നമ്മൾ അതൊന്നും മൈൻഡ് ആക്കാതെ നമ്മൾ നമ്മളെ കാര്യം നോക്കി പോകും. പക്ഷെ അവര് പറഞ്ഞ ആ ഒരു കാര്യങ്ങള് അതിന്റെ സമയം എത്തുമ്പോഴാണ് നമുക്കിത് ഇത്ര മാത്രം ഇടങ്ങേറുള്ള ഒരു പരിപാടിയായിരുന്നു എന്ന് മനസ്സിലാവുള്ളൂ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് പെൺകുട്ടികളുടെ ഉമ്മമാര് പറയും, മോളെ ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ ഈ തുള്ളി ചാടുന്നതും ഒരു പണിയെടുക്കാതെ നടക്കണതൊക്കെ ആരാനെ വീട്ടിലേക്ക് കെട്ടിച്ചു കഴിഞ്ഞാല് ഇജ് ലോക്കാവൂട്ടാ. വേണമെങ്കിൽ ഇപ്പോഴെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ച് കുറച്ച് ചിട്ടയിലൊക്കെ നടക്കാൻ നോക്ക്, അന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല രീതിക്ക് ചെയ്ത് പഠിക്കാൻ നോക്കുന്ന പറയും. അതേപോലെ ആൺകുട്ടികളോട് ഉമ്മമാര് പറയും, മോനെ അന്യ നാട്ടിക്ക് പോകാനുള്ളതാണ്, അന്യ നാട്ടിക്ക് പോയി കഴിഞ്ഞാല് ഇജ് ഇടങ്ങേറാവും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഉണ്ടാക്കി പഠിച്ചോ, ഫുഡായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പഠിച്ചോ. പിന്നെ സ്വന്തം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അലക്കിയിട്ട് അതൊക്കെ ഒന്ന് അയൺ ചെയ്തിട്ടൊക്കെ ഒന്ന് പഠിച്ചോ. കാരണം ഇജ് അന്യ നാട്ടിക്ക് പോയി കഴിഞ്ഞാല് ഞാൻ ഉണ്ടാവില്ല എന്നെ സഹായിക്കാൻ, എന്റെ കാര്യം നോക്കാൻ അനക്ക് ഇജന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മാക്സിമം എന്റെ കാര്യങ്ങളൊക്കെ ഇജ് ചെയ്ത് പഠിച്ചോന്ന് പറഞ്ഞ് നമ്മളെ ഉമ്മമാര് ആൺകുട്ടികളോടും പെൺകുട്ടികളോടും. അന്ന് നമ്മളത് തീരെ വക വെക്കൂല, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം അമ്മ, അതൊന്നും എനിക്കൊരു സീനുമില്ല, അതൊക്കെ സില്ലി മാറ്റർ അല്ലേ. പക്ഷെ അത് എത്ര മാത്രം ഇടങ്ങേറാണെന്ന് ആ ഒരു അവസ്ഥയ്ക്ക് വന്നാലേ മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഞാൻ യുഎക്ക് വന്നിട്ട് കുറച്ചായി, അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിക്ക് അനുഭവിക്കുന്നുണ്ട് ഓരോ കാര്യത്തിലും. അപ്പോ നിങ്ങൾ മാക്സിമം പുറത്തേക്കൊക്കെ പോകാനുള്ള ആൾക്കാരാണെങ്കിലും പിന്നെ കെട്ടിച്ചയക്കുന്നതിനൊക്കെ മുന്നേ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചെടുത്തോളി. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ഇടങ്ങേറ്, വേറെ ആരും ഉണ്ടാവില്ല, ആരും നമ്മളെ കാര്യം നോക്കാണ്ടാവില്ല. അനക്ക് നേരാകുമ്പോ അനക്ക് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ചെന്നെ ഉണ്ടാക്കി കഴിക്കണം. വീട്ടിലത്തെ പോലെ ഒന്ന് കൈ കഴുകി ഇരുന്ന് കഴിഞ്ഞാൽ ടേബിൾ നമുക്ക് ഫുഡ് എത്തൂല. അതേപോലെ നാളെ ഡ്രസ്സ് എടുത്ത് ഡ്യൂട്ടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡ്രസ്സ് എടുത്ത് കഴുകന്നെ വേണം, അല്ലാതെ അവിടെ ഉമ്മ ഉണ്ടാവില്ല കഴുകി തരാൻ. അതുകൊണ്ട് മാക്സിമം ശ്രദ്ധിക്കുക, അവനവന്റെ പണികൾ അവനവൻ ഇപ്പൊ തന്നെ പഠിച്ചോളി, പിന്നീട് ഇരുന്ന് മോങ്ങണ്ട. അപ്പൊ ഓക്കെ.